നമ്മൾ ആവർത്തനത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ദൈവം അനുവദിച്ചാൽ ആവർത്തനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതോടെ പെൻറ്റാറ്റൂക്ക് കഴിയും. പെൻറ്റാറ്റൂക്ക് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എടുത്ത് ഒരു ബുക്ക് ഒരു ക്ലാസ്സിൽ, അത് എന്തുകൊണ്ടങ്ങനെ ചെയ്തു അത് നിങ്ങൾക്ക് ചിലപ്പോൾ പെർപ്ലെക്സ്ഡ് ആയിട്ട് തോന്നും. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുമ്പം അവിടെ മാത്തമാറ്റിക്സിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിപ്പിക്കുന്നു, സോഷ്യോളജി പഠിപ്പിക്കുന്നു, സിവിക്സ് പഠിപ്പിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഇതെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളത്. ഇത് ഒരു ബൈബിൾ ക്ലാസ് അല്ല, ബൈബിൾ സ്കൂളാണ്. അതുകൊണ്ട് ഇവിടെ അത് തന്നെയാണ്. ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് എന്നുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വന്നെന്നിരിക്കും. അതിൻ്റെയൊക്കെ പുറകെ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് കഴിഞ്ഞ 400 വർഷങ്ങളിൽ റിസർച്ച് ചെയ്ത സ്ട്രാറ്റജീസ് ഉണ്ട്. എന്നാൽ ആവർത്തനം കഴിയുന്നതോടെ നമ്മൾ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ 2 ബുക്സ്, ചില ക്ലാസ്സിൽ 3 ബുക്സ് ഫാസ്റ്റായിട്ട് കവർ ചെയ്തെന്നിരിക്കും. ഫോർ എക്സാമ്പിൾ, ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ യോശുവ, ജഡ്ജസ്, റൂത്ത്, ചിലപ്പോൾ 3 ബുക്സ് ഒന്നിച്ച് കവർ ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ റൂത്ത് നമ്മൾ വിട്ടിട്ട് യോശുവ, ജഡ്ജസ് കഴിഞ്ഞ് അത് ഫസ്റ്റ് സാമുവൽ, സെക്കൻഡ് സാമുവൽ എടുത്തെന്നിരിക്കും. അതിൻ്റെ എക്സാക്ട് സ്ട്രാറ്റജി ഞാൻ തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഇനി വരാൻ പോകുന്ന ക്ലാസ്സസിൽ, പല ക്ലാസ്സസിൽ ഒരു ക്ലാസ്സിൽ മിനിമം 2 ബുക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകുന്നതായിരിക്കും. എന്നാൽ അതേ സമയത്ത് ചില ബുക്സ്, ഫോർ എക്സാമ്പിൾ, നമ്മൾ വായിച്ചാൽ വലിയ കൺഫ്യൂഷനുള്ളതും അതിൻ്റെ വ്യാഖ്യാനം എന്ന് ചിന്തിക്കുന്ന സഭാപ്രസംഗി ചിലപ്പം നമ്മളതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് കവറേജ് കൊടുത്തേക്കും. കാരണം സഭാപ്രസംഗി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്നാൽ സഭാപ്രസംഗിയെക്കുറിച്ച് നമ്മളങ്ങനെ ക്ലാസ്സസ് കേൾക്കാറില്ല, പ്രസംഗങ്ങൾ കേൾക്കാറില്ല. ഞാൻ എൻ്റെ ടീച്ചിങ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം 40 വർഷത്തിലധികം, 40 അല്ല 45 വർഷത്തിലധികമായി. 45 വർഷങ്ങളിൽ സഭാപ്രസംഗി ഒരു പ്രാവശ്യമേ കവർ ചെയ്തിട്ടുള്ളൂ. അത് കവർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്തായിരുന്നു. 1995 96 പായിപ്പാട് ബാലസംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ അത് കംപ്ലീറ്റ് ഞാൻ കവർ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെയും തൊട്ടിട്ടില്ല. സോ ബേസിക്കലി അത് നമ്മൾ മനസ്സിലാക്കേണ്ട സീരിയസ് ഒരു ബുക്കാണ്. അത് കുറച്ച് ടൈം എടുത്തേക്കും. പിന്നെ ചിലപ്പം യെശയ്യാവ് കുറച്ച് ഡീറ്റെയിൽ സമയമെടുത്തെന്നിരിക്കും. ദാനിയേൽ ഒരു ലഘു പുസ്തകമാണെങ്കിലും ആക്ച്വലി പ്രവചനത്തിൻ്റെ താക്കോൽ ദാനിയേലിലാണ്. ഈ വേദപുസ്തകത്തിൻ്റെ 1/3 പ്രവചനമാണ്. ഈ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ 2ാം വരവോ ഉൽപ്രാപണമോ അന്ത്യക്രിസ്തു മാത്രമല്ല. അത് പ്രവചനത്തിൻ്റെ ഒരു വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. കർത്താവ് ഏദൻ തോട്ടത്തിൽ സ്ത്രീയോട് സംസാരിച്ച സമയത്ത് സ്ത്രീയോട് സർപ്പത്തെക്കുറിച്ച് പറഞ്ഞതും സർപ്പത്തോട് സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് പറഞ്ഞ അത് വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനമാണ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വേദപുസ്തകത്തിൻ്റെ 1/3 ഏകദേശം പ്രവചനമാണ്. എന്നാൽ നമുക്ക് ഈ വിശ്വാസികൾക്ക് കുറച്ചുകൂടെ ഈ സെൻസേഷനാലിസം കേട്ടുകഴിഞ്ഞാൽ വലിയൊരു ഹർഷോന്മാദമുണ്ടാകുന്ന വിഷയം വലിയ താല്പര്യമായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ കവറേജ് കിട്ടുന്നത്. എന്നാൽ ദൈവവചനം ഞാൻ ഓർപ്പിച്ചതുപോലെ വൈകാരികമായിട്ട് നമ്മളെ സ്പർശിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല. സോ പ്രവചനം എന്നുള്ള വിഷയം ദൈവം അനുവദിച്ചാൽ വരുന്നുണ്ട്. എസ്തർ കഴിഞ്ഞാൽ ബൈബിൾ സർവേ നിർത്തിയിട്ട് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പ്രവചനം എന്നുള്ള വിഷയമായിരിക്കും കവർ ചെയ്യുന്നത്. വിത്ത് ദാറ്റ് ഇൻ മൈൻഡ് നമുക്ക് വേദപുസ്തകത്തിലെ 5ാമത്തെ പുസ്തകം ഒന്ന് നോക്കാം. ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ ഉൽപ്പത്തി 50ഓളം അധ്യായം ഉള്ളപ്പം അതിനോട് കമ്പാരിറ്റീവ്ലി ഇതൊരു ചെറിയ പുസ്തകമാണ്. എന്നാൽ ഉൽപ്പത്തി വലിയ സന്തോഷത്തോടെ ആളുകൾ വായിക്കാറുണ്ട്. പുറപ്പാടും ആദ്യത്തെ ഒരു 20 അധ്യായങ്ങൾ വളരെ സന്തോഷത്തോടെ വായിക്കാറുണ്ട്. യോശുവ വായിക്കാറുണ്ട്, ന്യായാധിപൻ വായിക്കാറുണ്ട്. എന്നാൽ ലേവ്യ വായിക്കുന്നതിൽ കുറച്ച് തടസ്സം വരാറുണ്ട്. സംഖ്യ അതിനേക്കാൾ കൂടുതൽ തടസ്സം വരാറുണ്ട്. അതുപോലെ തന്നെ
വായിക്കാൻ ദൈവജനം പലപ്പോഴും മടിക്കുന്ന ഒരു പുസ്തകമാണ് ആവർത്തനത്തിൽ നിന്ന് നമ്മളങ്ങനെ അധികം മെസ്സേജസും കേൾക്കാറില്ല. എന്നാൽ ദൈവവചനത്തിലെ വളരെ ആഴമേറിയ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ആവർത്തനം. പ്രത്യേകിച്ച് ഈ ആവർത്തനവും അതിൻ്റെ 34 അധ്യായങ്ങൾ. ആവർത്തനം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇംഗ്ലീഷിൽ ആവർത്തനം എന്ന് പറയുന്നതിന് പകരം ഡ്യൂട്രോണമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ രണ്ടാമത്തെ കോപ്പി. ഇംഗ്ലീഷിൽ ഡ്യൂട്രോ എന്ന് പലപ്പോഴും 2 എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ന്യൂട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമോസ് എന്നുള്ളത് അത് ബേസിക്കലി ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഡ്യൂട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരു പ്രാവശ്യം കൂടെ. എന്നാൽ അതേ സമയത്ത് മലയാളത്തിൽ ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ആദ്യത്തെ 4 ബുക്സ്, വേദപുസ്തകത്തിലെ ആദ്യത്തെ 4 ബുക്സ്, പ്രത്യേകിച്ച് അബ്രഹാമിൻ്റെ സമയം തൊട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ആവർത്തിച്ച് പറഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിട്ടുള്ള ആ ന്യായപ്രമാണം നമ്മളിവിടെ കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണം ഇവിടെ കാണുന്നു. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. मैं ये कह रहा था कि प्रभु के वचन की शुरू की जो 5 किताबें हैं, उत्पत्ति, निर्गमन, लेवीय व्यवस्था, गिनती, व्यवस्था, विवरण, इसमें से उत्पत्ति तो लोग बड़े उत्साह के साथ पढ़ते हैं. निर्गमन की पुस्तक लगभग 20वें अध्याय तक बड़े उत्साह के साथ पढ़ते हैं. लेकिन लेवीय व्यवस्था में जब आते हैं तब लोगों को पढ़ने में बड़ी अड़चन महसूस होती है. गिनती की पुस्तक में आओ तो ज़्यादातर लोग वहाँ जाके अटक जाते हैं, क्योंकि तमाम तरह के नाम हैं और ऐसे नाम जिनका आज समाज में उपयोग नहीं होता है. इसके साथ साथ एक समस्या और भी है कि फलाने का पुत्र फलाना था, उसका पुत्र फलाना था. ये सब जब लिखा गया उससे 3,500 साल के बाद हम पढ़ेंगे, हमको क्या फ़ायदा, ऐसा सोच कर लोग कई बार उसको पढ़ने से हिचकिचाते हैं. लेकिन जब मैंने क्लास लिया था तब ये बात बताई थी कि इन बातों का बड़ा महत्व है, लेकिन समय देना पड़ेगा यदि उन बातों को समझना है. गिनती के उत्पत्ति, निर्गमन, लेविया, गिनती के बाद ये पुस्तक आती है व्यवस्था विवरण. हिंदी में काफ़ी अच्छा नाम है. लेवी पुस्तक का नाम हिंदी में है लेव्य व्यवस्था, मतलब लेवियों की व्यवस्था. व्यवस्था विवरण का मतलब है कि व्यवस्था को और अच्छी तरह से समझाया गया है, और यदि प्रभु ने जो व्यवस्था दी है उसको और अच्छी तरह से समझाया गया है तो हम उसको समझ सकते हैं यदि हम उसको ध्यान से पढ़ें. इसलिए व्यवस्था विवरण की पुस्तक बहुत ही महत्वपूर्ण पुस्तक है, ये मैं याद दिलाना चाहता हूँ. कुल 34 अध्याय हैं. इस പുസ്തക് की विशेषता क्या है, वहाँ से मैं आगे बढ़ता हूँ. വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിന് അതിൻ്റേതായ പ്രത്യേകതയുമുണ്ട്, നിസ്തുല്യതയുമുണ്ട്. പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്ന ന്യായപ്രമാണത്തിൻ്റെ ദൈവം തന്നെ നൽകിയ എക്സ്പോസിറ്ററി ടീച്ചിങ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ദൈവവചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അവരവരുടെ മനസ്സിൽ വരുന്നത് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിച്ചിട്ട് അതിലേതെങ്കിലും ഒരു വാക്ക്, ആ വാക്കിനെക്കുറിച്ച് കംപ്ലീറ്റ് പ്രസംഗം ഫിറ്റ് ചെയ്യുക. വാക്യവുമായിട്ട് ബന്ധമൊന്നുമില്ല, വാക്യത്തിൽ വന്ന ഒരു വാക്ക്, അങ്ങനെയുള്ള പ്രീച്ചിങ് അല്ല ദൈവജനത്തെ അവരുടെ ആത്മീക ജീവിതത്തിൽ പോഷിപ്പിക്കുന്നത്. ദൈവജനത്തെ ആത്മീക ജീവിതത്തിൽ പോഷിപ്പിക്കുന്നത് ദൈവവചനത്തിലെ ഓരോ ഭാഗങ്ങൾ എടുത്ത് അത് തന്നെ അവിടുന്ന് ഇവിടുന്ന് സെലക്റ്റഡ് മാത്രമല്ല, ആദ്യാന്തം ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ ശരിയായ ഒരു വ്യാഖ്യാനം ദൈവാത്മാവ് നൽകുന്ന പ്രകാശനത്തിനനുസരിച്ച് മനുഷ്യൻ്റെ
സർവ പ്രെജുഡിസ് അങ്ങോട്ട് മാറ്റി വെച്ച് വിശ്വാസികളിൽ ചില പ്രത്യേക വ്യക്തികളെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെ ചില വ്യക്തികളെ ഉദ്ദേശിക്കുന്നതിന് പകരം അത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ കോൺഗ്രിഗേഷന് ആത്മീക അഭിവൃദ്ധി വരുവാൻ വേണ്ടി ദൈവവചനം വ്യാഖ്യാനിക്കുന്നതിനാണ് എക്സ്പോസിറ്ററി ടീച്ചിങ് എന്ന് പറയുന്നത്. ഡ്യൂട്രോണമി അല്ലെങ്കിൽ ആവർത്തനം എക്സ്പോസിറ്ററി ടീച്ചിങ്ങിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി വളരെ സ്യൂട്ടബിളായിട്ടുള്ള ഒരവസരമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയട്ടെ. AD 30 അല്ലെ 33 സഭായുഗം തുടങ്ങിക്കഴിഞ്ഞതോടെ അതിനു മുൻപ് വേറെ ഒരു യുഗത്തിലും ദൈവം നൽകാത്ത രീതിയിൽ തൻ്റെ വെളിപ്പാട് വളരെ എലാബറേറ്റായിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ദൈവം നൽകി. അങ്ങനെ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ കൂടെ ദൈവം ഉപദേശം തന്നെ നൽകി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് അല്ലെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം, ആത്മാവിൻ്റെ നിറവില്ലാതെ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല. ഓഫ് കോഴ്സ് അതിന് മുൻപുള്ള വ്യാഖ്യാനിക്കാം എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞ്. എന്നാൽ ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ ഒന്നിച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ലഭിച്ചപ്പോൾ അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വർധനയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകം കൃപ ആവശ്യമാണ്. ആ കൃപ പ്രത്യേക ആവശ്യമാണെന്നുള്ളതിന് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട്. സഭായുഗം എന്ന് പറഞ്ഞാൽ അതൊരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ ആ യുഗം വെളിപ്പെടുന്നതിന് മുൻപ് എഴുതപ്പെട്ട ഒരു വേദപുസ്തകത്തിലെ ഒരു ഗ്രന്ഥങ്ങളിലും സഭയെക്കുറിച്ച് വെളിപ്പാട് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നിഴല് വഴി ദൈവം നൽകിയിട്ടില്ല. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സഭ അല്ലെങ്കിൽ ചർച്ച്, എക്ലേഷ്യ, വിളിച്ചു വേർതിരിക്കപ്പെട്ട ആളുകളുടെ സമൂഹം എന്നുള്ള ആ ആശയം ദൈവം ആദ്യമായിട്ട് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയത് പെന്തിക്കോസ്ത് നാളിലായിരുന്നു. അതിന് മുൻപ് 2-3 ഒക്കേഷൻസിൽ ആ സഭയുടെ വരവിന് വേണ്ടി ശിഷ്യന്മാർ തയ്യാറായിരിക്കണം എന്ന് അവരെ ഓർപ്പിക്കുവാൻ വേണ്ടി 2-3 അവസരങ്ങളിൽ കർത്താവ് അതിനെക്കുറിച്ച് സൂചന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൂചന കൊടുക്കുകയല്ലാതെ വ്യക്തമായിട്ട് സഭായുഗത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം സഭയൊരു മർമ്മമാണ്. മർമ്മം അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളവർക്കത് മനസ്സിലാകും, പുറത്ത് നിൽക്കുന്നവർക്ക് ഒരു രീതിയിലും അത് മനസ്സിലാകത്തില്ല. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ ദാനിയേൽ പ്രവാചകന് ദൈവം കൊടുത്ത 70 ആഴ്ചവട്ടങ്ങളുടെ ആ പ്രവചനത്തിൽ ഏറ്റവും ലാസ്റ്റിലുള്ള ആഴ്ചവട്ടം, അതിൻ്റെ എക്സാക്റ്റ് ടൈം പറഞ്ഞായിരുന്നു ഇന്നത് തൊട്ട് 70 ആഴ്ചവട്ടം എണ്ണിയിരിക്കുന്നെന്ന്. അത് പഴയ നിയമത്തിലെ ഹിസ്റ്ററി എടുത്ത് അതെന്നു തൊട്ടാ അത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ സഭായുഗം തുടങ്ങുന്നത് 69-ാം ആഴ്ചവട്ടത്തിൻ്റെ അവസാനമാണ്. ഒരാഴ്ചവട്ടം അവിടെ മിസ്സിങ് ആണ്. ആക്ച്വലി അത് മിസ്സിങ് അല്ല. ആ അവസാനത്തെ ആഴ്ചവട്ടം അല്ലെ 7 വർഷങ്ങൾ ഇസ്രായേലിൻ്റെ യുഗത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗത്തിൽ 7 വർഷം കൂടെ ബാക്കിയിരിക്കെ ദൈവം പെട്ടെന്ന് ആ യുഗം കട്ട് ചെയ്ത് അവിടോട്ട് മർമ്മമായ സഭയെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് പോലും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ലോകത്തിൽ കടന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ഇത് ഇന്നതാണെന്ന് പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞെങ്കിലും പത്രോസിന് പോലും ആ മർമ്മം പൂർണ്ണമായിട്ട് മനസ്സിലായില്ലായിരുന്നു. അത് മനസ്സിലായത് താൻ മയങ്ങുകയും സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു പാത്രത്തിൽ എല്ലാ രീതിയിലുള്ള ജന്തുക്കൾ വരികയും ദൈവം പത്രോസിനോട് കൽപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം അന്ന് നടന്ന എല്ലാ സംഭവം കൂടെ വെച്ച് പത്രോസ് തുലനം ചെയ്ത് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായത് ഇതൊരു പുതിയ യുഗമാണെന്നും ദൈവം ഈ യുഗത്തിൽ യഹൂദന്മാരും വിജാതീയരും തമ്മിലുള്ള അന്തരം മാറ്റിക്കളഞ്ഞെന്നുള്ളത്. അങ്ങനെ
ഒരു പുതിയ യുഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനു മുൻപ് ഒരു യുഗത്തിലും ദൈവം നൽകിയിട്ടില്ലാത്ത രീതിയിൽ വെളിപ്പാട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നൽകി. റോമാലേഖനം തൊട്ട് ആക്ച്വലി അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ ഉപദേശം ധാരാളം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ അവിടെ ഉപദേശവും ചരിത്രവും മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് പലപ്പോൾ അവിടെയുള്ള ഉപദേശം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെ ചില പാസേജസിൽ ഉള്ള ഉപദേശം മനസ്സിലാക്കുന്നില്ലെന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ ധാരാളം ഉപദേശങ്ങളുണ്ട്. എന്നാൽ ഉപദേശങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിടക്കുന്നത് റോമാലേഖനം തൊട്ട് യഹൂദയുടെ ലേഖനം വരെയാണ്. വെളിപ്പാട് പുസ്തകത്തിലും ഉണ്ട്, എന്നാൽ ആ ലേഖനങ്ങളിലാണ് ഫോക്കസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഈ ഫോക്കസ്ഡ് ആയിട്ട് ഒന്നിച്ച് കിടക്കുന്ന ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചു ഒന്നാം നൂറ്റാണ്ട് സഭയിൽ. ആദ്യത്തെ വിശ്വാസികളെല്ലാം യഹൂദന്മാരായിരുന്നെങ്കിലും ദൈവം വിജാതിയർ കൂടെ ആ യുഗം ഓപ്പൺ ചെയ്തിരിക്കുന്നു. ആ രണ്ട് ഇനിയും വേറെയല്ല, ഒരു ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളാണെന്ന് മനസ്സിലായതോടെ വിജാതിയരുടെ ഇടയ്ക്ക് പോയി ഗോസ്പൽ പ്രീച്ചിങ് ശരിയായിട്ട് തുടങ്ങുകയും ധാരാളം വിജാതിയർ രക്ഷയുടെ അനുഭവത്തിൽ വരികയും ചെയ്തു. അവിടാണ് ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രശ്നം തുടങ്ങിയത്. मैं ये बता रहा था कि AD 30 में या 33 के आसपास चर्च स्टार्ट हुआ. कलीसिया युग जब चालू हुआ उसके बाद रोमियो की पत्री से लेकर यहूदा की पत्री तक उपदेश ही उपदेश भरा हुआ है. उसमें प्रभु के वचन को साफ साफ समझना है तो उसके लिए पवित्र आत्मा की अगुवाई की ज़रूरत है. जो ऐतिहासिक पोर्शंस हैं उसको मानुषिक बुद्धि से थोड़ा बहुत मनुष्य समझ सकता है, लेकिन रोमियो की पत्री से लेकर यहूदा तक जो उपदेश कॉन्सेंट्रेटेड पड़ा हुआ है उसको समझने के लिए वहाँ इतिहास नहीं है, इसलिए उसको समझने के लिए पवित्र आत्मा की अगुवाई की बहुत अधिक ज़रूरत है. वहाँ पे एक समस्या हुई. जैसे ही नया नियम का युग चालू हुआ तो यहूदियों के अलावा तमाम सारे गैर यहूदी लोग प्रभु यीशु पर विश्वास करके मसीही मंडली के अंग बन गए. धीरे धीरे ये गति बढ़ने लगी और यहूदी जितने प्रभु के पास आते थे उससे 10 गुना 20 गुना या 100 गुना गैर यहूदी लोग प्रभु को विश्वास करके मसीही मंडली में जुड़ने लगे. अब आई समस्या क्या है? एक यहूदी जब प्रभु को मुक्तिदाता के रूप में ग्रहण करता है तो पुराने नियम की जो 39 किताबें हैं उन पुस्तकों को वो ऑलरेडी अच्छी तरह से जानता है. लेकिन एक गैर यहूदी जिसने कभी पुराने नियम की पुस्तकें नहीं देखी, जब वो विश्वास में आता है तो स्वाभाविक है कि उसको इन बातों का कोई आइडिया नहीं है. इसलिए एक गैर यहूदी के लिए प्रभु के वचन की व्याख्या करना काफ़ी मुश्किल हो जाता है. उसकी स्थिति उस व्यक्ति के समान है जिसने एक चुटकुले का आखिरी हिस्सा सुना, शुरू का आधा नहीं सुना. वो समझ सकेगा क्या कि सब लोग क्यों हंस रहे हैं? ഈ വിജാതിയരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല നീണ്ട ഫലിതം കേൾക്കുന്ന വ്യക്തിയെ പോലെയാണ്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് എല്ലാം കേട്ട് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് ഫലിതം അവസാനിക്കുമ്പോൾ ചിരിക്കുന്ന വ്യക്തികളെ പോലെയാണ്. കാരണം അത് മനസ്സിലാക്കി ചിരിക്കുന്ന വ്യക്തികളെ പോലെയാണ് യഹൂദൻ്റെ കണ്ടീഷൻ. അതേസമയത്ത് സഭായുഗത്തിൽ വന്ന വിജാതിയരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ ഫലിതം ആദ്യത്തെ പാതി കേൾക്കാതെ ബാക്കി പാതിയാണ് കേൾക്കുന്നത്. ആ ഫലിതം അവർക്ക് മീനിങ്ലെസ് ആയ എന്നാൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ ചിരിച്ചു തുടങ്ങും. അതെന്താ ചിരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം പറയും. ആ രീതിയിലായി പോയി പുതിയ നിയമ യുഗത്തിലുള്ള വ്യാഖ്യാനം. വിജാതിയരിൽ നിന്ന് വന്ന കൺവേർട്സിൽ ഒരു നല്ല ശതമാനം ആളുകൾ വലിയ വാഗ്മികളും വലിയ ഫിലോസഫേഴ്സും തത്വചിന്തകന്മാരും അതുപോലെ തന്നെ വലിയ പവർഫുള്ളായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സായിരുന്നു.
പശ്ചാത്തലമില്ല. പുതിയ നിയമസഭ ആദ്യകാലം തൊട്ട് ദൈവം നിങ്ങൾക്ക് തന്ന വെളിച്ചം എല്ലാവരുമായിട്ട് പങ്കിടണം എന്ന് ആവശ്യപ്പെട്ടു. പശ്ചാത്തലം ഇല്ലാതെ എങ്ങനെയാണ് പങ്കിടുന്നത്? അതുകൊണ്ട് അവരുടെ ബുദ്ധിക്കനുസരിച്ച് മനസ്സിൽ വരുന്നത് ഓരോന്നൊക്കെ വ്യാഖ്യാനിച്ചു തുടങ്ങി. അങ്ങനെ ദൈവവചനം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത്, ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ കുറേ 10-100 ഉറുമ്പിനെ മഷിക്കകത്തോട്ട് മുക്കിയിട്ട് വെള്ളക്കടലാസയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഓടിപ്പോകുമ്പോൾ ഒരു മാപ്പ് ഉണ്ടാകും. അതിൻ്റെ ABCD എന്ന് മനസ്സിലാകത്തില്ല. അത് ഈ വിജാതിയർക്ക് സംഭവിച്ച പ്രശ്നം ഇതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ലെന്ന് മാത്രമല്ല, അവരുടെ ബുദ്ധിക്ക് തൊട്ട് ഓപ്പോസിറ്റായിട്ട് അവർക്ക് തോന്നി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിജാതിയർ വേദപുസ്തക വ്യാഖ്യാനത്തിന് വേണ്ടി ചില പുതിയ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പല സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അതിലെ ഏറ്റവും പോപ്പുലറായ സിസ്റ്റമാണ് അന്യാർത്ഥ വ്യാഖ്യാനം അല്ലെങ്കിൽ അലിഗരി. അന്യാർത്ഥ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ എഴുതിയത് വായിച്ചു കഴിഞ്ഞിട്ട് അവരവർക്ക് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞു, നല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. അന്യാർത്ഥ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിവുള്ള ഒരു വ്യക്തി ആയാൽ മതി. വേദോസ്ത എന്ത് പറയുന്നു, ഉപദേശം എന്ത്, ഇതൊന്നും അറിയണ്ട. ഏതെങ്കിലും ഒരു വാക്യം വായിച്ചു, നീയും അത് ചെയ്യുക, നീയും അത് ചെയ്യുക എന്നുള്ളത് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അവർ ഏത് മതത്തിൽ നിന്നാണ് വന്നത്, ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ നിന്ന്, റോമൻ ആണെങ്കിൽ റോമൻ പശ്ചാത്തലത്തിൽ നിന്ന് ചെയ്യുക എന്നുള്ള വാക്ക് അങ്ങോട്ടെടുത്ത് അതിനെക്കുറിച്ച് വലിയ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രസംഗം അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. കേൾക്കുന്നവർക്ക് ഒരു വൈകാരിക ചലനം മതി. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ തലമുറയിലും വേദപുസ്തകം ആഴമായിട്ട് പഠിക്കുന്ന ആളുകളോട് തുലനം ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ വയ്യ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ സംഖ്യ കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ഇത് കേൾക്കുമ്പം വൈകാരികമായിട്ട് മനസ്സിന് വലിയൊരു ചലനമുണ്ടാകും. സോ അവർ പറയും, എന്നാ തോട്ട്സാണ് ഇത്. വേർപാടുകാരുടെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തോട്ട്സ്. അപ്പം വേദപുസ്തകം എന്ത് പറയുന്നതെന്നുള്ളതല്ല, എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ തോട്ട്സിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ മെസ്സേജസിനെ കുറിച്ച് ആളുകളത് വിലയിരുത്തുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന വാക്കെന്നല്ല, നല്ലപോലെ പറയാനറിയാം. ഈ നല്ലതുപോലെ പറയാനറിയാമെന്ന് പറഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പം വഴിവാണിഭം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഏറ്റവും നല്ലതുപോലെ പറയാനറിയാവുന്ന, അതുകൊണ്ടല്ലേ അവർ ഉപയോഗശൂന്യമായ കാര്യങ്ങൾ അത് എന്ത് വിലയ്ക്ക് വിൽക്കണം അതിൻ്റെ 50 ഇരട്ടി വിലയ്ക്ക് ആളുകൾക്ക് വിൽക്കുന്നത്. അപ്പോൾ വേദപുസ്തക വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് പ്രസൻറ്റ് ചെയ്യുകയല്ല. പറയാനറിയാവുന്ന വ്യക്തി കുറച്ച് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ പറയുകയല്ല. വേദപുസ്തക വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവെഴുത്തിൽ ദൈവാത്മാവ് ഒരു ഭാഗം ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ്. സോ പ്ലീസ് റിമെമ്പർ അത്. എന്നിട്ട് ഈ ജനത്തിൽ മെജോറിറ്റിക്ക് ഒരു വൈകാരിക പ്രസംഗം കേട്ടേച്ചാൽ മതി, അവർക്ക് ഏതെങ്കിലും അവരുടെ വികാരം ഒന്ന് ജ്വലിപ്പിച്ചാൽ മതി. അങ്ങനെ ക്രമേണ ദൈവവചനം ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് പകരം അന്യാർത്ഥം പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾ സഭയിൽ കൂടുതൽ പോപ്പുലറായി. അത് പോപ്പുലറായി അത് 1980-കളായപ്പോഴത്തേക്ക് സഭയ്ക്ക് ഏറ്റവും വലിയ ശാപമായി തീർന്നു. 1800-കളിൽ വേർപാട് സഭ വേർപാട് പ്രസ്ഥാനം ഇംഗ്ലണ്ടിലും അത് കഴിഞ്ഞ് ഇന്ത്യയിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യ തലമുറയിലുള്ള പലർ ദൈവാത്മാവിൽ നിന്ന് ലഭിച്ച ആ പ്രകാശം അതുപോലെ ദൈവജനത്തോട് പങ്കിട്ടു. അങ്ങനെയാണ് വേർപാട് സഭകൾ ആ ദൈവവചനത്തിൽ അധിഷ്ഠിത ദൈവവചനത്തെ ആഴമായിട്ട് അറിയുന്ന സഭകളായിട്ട് മാറിയത്. എന്നാൽ വേർപാട് സഭകളിൽ ആദ്യ തൊട്ട് പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ മറ്റെല്ലാ ചർച്ചസിനേക്കാൾ കൂടുതലുണ്ട്. നമുക്ക് എല്ലാം പ്രസംഗമാണല്ലോ.
അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഈവൻ രോഗിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം ദൈവവചനത്തിൽ നിന്ന് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടാറുണ്ട്. ഈ എറണാകുളം ഏരിയയിലൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. എന്നാൽ ഈ ചെങ്ങന്നൂരും അതിൻ്റെ തെക്കോട്ടൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്തപ്പോൾ അതിൽ പലർ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദ്യമേ ബ്രദർ വേദപുസ്തകത്തിൽ നിന്നൊരു 5 മിനിറ്റ് സംസാരിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ വ്യക്തി 5 മിനിറ്റ് സംസാരിക്കണം, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ പല ഫാമിലീസിലുള്ള ഒരു പരിചയമാണ്. നമ്മുടെ സഭയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലിയിൽ ആ പരിചയമുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഫാമിലി പ്രെയറിന് വേണ്ടി വേദോത്സവം വായിച്ചു കഴിഞ്ഞാൽ കുട്ടി തൊട്ട് പിതാവ് വരെ എല്ലാവരും എന്തെങ്കിലും സംസാരിച്ചിരിക്കണം. ശരിയോ തെറ്റോ അത് വേറെ ഒരു വിഷയം. എന്നാൽ വേർപാട് സഭകളിൽ അങ്ങനെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ അവസരം വളരെ അധികമുണ്ട്. അങ്ങനെ അവസരം ലഭിക്കുമ്പോൾ പ്രശ്നം, വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും കാര്യം ശരിയായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം 5 മണിക്കൂർ പഠിക്കുമ്പോഴായിരിക്കും ദൈവാത്മാവ് ആ വിഷയത്തിൽ വേണ്ട വെളിച്ചം നൽകുന്നത്. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു ഭാഗം എടുത്തിട്ട് ആ ഭാഗത്തെക്കുറിച്ച് നാം ചോദിക്കേണ്ട ഒരു 10-50 ചോദ്യങ്ങളുണ്ട്. അത് ചോദിച്ചു വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരിയാകും. സോ അവസരം ധാരാളമുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം. ആ പ്രാസംഗ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രൊഫഷനാണ്. ആളുകളുടെ മനസ്സിലെ മാസ്മര ശക്തി കൊണ്ട് മോഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് വേർപാടിൻ്റെ 2ാം തലമുറ വന്നപ്പോഴത്തേക്ക് ആളുകൾ അതിന് മുൻപുള്ള 1700 വർഷങ്ങളിൽ നടന്നിരുന്ന തട്ടിപ്പ്, ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പ്, അന്യാർത്ഥ വ്യാഖ്യാനം കണ്ടുപിടിച്ചു. ആ അന്യാർത്ഥ വ്യാഖ്യാനം ഇംഗ്ലണ്ടിലും കേരളത്തിലുമുള്ള എല്ലാ ദൈവസഭകൾക്ക് അന്നും ഇന്നും ഒരു ശാപമായിട്ടിരിക്കുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ നാം ഡ്യൂട്രോണമിയുടെ വെളിച്ചത്തിൽ വേണം കാണേണ്ടത്. കാരണം ദൈവാത്മാവ് ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദൈവദാസന്മാർ ഏത് രീതിയിൽ വേണം ദൈവവചനം പ്രസൻറ്റ് ചെയ്യേണ്ട, അതിൻ്റെ ദൈവവചനത്തിലുള്ള സർവശ്രേഷ്ഠ മാതൃക നമുക്ക് ലഭിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ അങ്ങോട്ട് തിരിയുന്നതിന് മുൻപും ഇതിൻ്റെ സമ്മറി ഹിന്ദിയിൽ പറയുന്നതിന് മുൻപ് അന്യാർത്ഥ വ്യാഖ്യാനത്തിൻ്റെ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ അത് വെറും ഒരു സൈദ്ധാന്തിക സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവിടെ കിടക്കും. ഞാൻ കേട്ട ഒരു പ്രസംഗമാണ്. സങ്കീർത്തനം 1-ാം അധ്യായം എടുത്തിട്ട് തോട്ടരികിൽ നട്ട വൃക്ഷത്തെ പോലെയാണ്, അതിൻ്റെ വാടാത്ത ഇലയാണ്. പ്രസംഗിച്ച ആളങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, തോട്ടരികിൽ നട്ട വൃക്ഷങ്ങൾ പോലെ, പ്ലാവാണെങ്കിൽ ഇല വാടി വീഴും, മാവാണെങ്കിൽ ഇല വാടി വീഴും. അത് വാഴയായിരുന്നു നിങ്ങൾ ഓർത്തോണം സഹോദരന്മാരെ, അതിൻ്റെ ഇല വാടിപ്പൊഴിഞ്ഞ് വീഴാറില്ല. അത്രയും അങ്ങോട്ട് പറഞ്ഞിട്ട് പുള്ളി എന്നിട്ട് പറഞ്ഞു, വാഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ കുത്തിയാലും ജ്യൂസാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തന്നിൽ നിന്ന് ആത്മാവിൻ്റെ പ്രവാഹമാണ് നാം കാണുന്നത്. കായ്ച്ചു കഴിഞ്ഞാൽ വാഴയുടെ നടുക്ക് പിണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ലെയറായിട്ട് പൊളിച്ചു കളയാൻ സാധിക്കത്തില്ല, അത് കണ്ടിച്ചെടുക്കാനേ സാധിക്കത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ ആഴത്തിലുള്ള ഉപദേശങ്ങളെ വാഴപ്പിണ്ടി കാണിക്കുക. അത് പിന്നെ പ്രസംഗം വാഴപ്പിണ്ടിയെക്കുറിച്ചാണ്, സങ്കീർത്തനം 1 ഞാൻ ഓർപ്പിക്കുക. ഇതാണ് അന്യാർത്ഥ വ്യാഖ്യാനം. അന്യാർത്ഥ വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു കഴുതയുടെ മേളിലിരുന്ന് യെരുശലേമിൽ പ്രവേശിച്ചു. കഴുതയ്ക്ക് 4 കാലമുള്ളത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ടല്ലോ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം, പ്രാർത്ഥന, കൂട്ടായ്മ, ഇത് 4 കാര്യമാണ്. കഴുതയുടെ 4 കാല് ഇതിനെ കാണിക്കുന്നെന്നും പറഞ്ഞുള്ള പ്രസംഗം നമ്മുടെ ഇടയ്ക്ക് വളരെ പോപ്പുലറായിരുന്നു. ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുള്ളതാണ്. ജനം ശ്രദ്ധിച്ച് ദൈവവചനം പഠിക്കാത്തത് കൊണ്ട് ജനത്തെ കഴുതയാക്കുന്ന പ്രസംഗങ്ങൾ അവർക്ക് വളരെ വൈകാരികമായിട്ട് അവരെ സ്പർശിക്കുന്ന രീതിയിൽ ആളുകൾ പ്രസംഗിക്കുമ്പോൾ അതങ്ങ് കേട്ടങ്ങ് ആസ്വദിച്ചു. അയ്യോ, ബ്രദർ ജോൺസൻ്റെ പ്രസംഗം എന്നാ ആഴമേറിയ സത്യങ്ങളാണ്. ഇതിനു മുമ്പ് വാഴപ്പിണ്ടിയും ദൈവാത്മാവും വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൻ്റെ കാതലായ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഇതാണ് അന്യാർത്ഥ വ്യാഖ്യാനം.
ഇത് വിശ്വാസികളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള വ്യാഖ്യാനമാണ്. നമ്മുടെ വ്യാഖ്യാനത്തിൻ്റെ മാതൃക ആവർത്തനത്തിൽ ആണ് ലഭിക്കുന്നത്. ദൈവാത്മാവ് തന്നെ തന്നതാണെന്ന് ഓർപ്പിക്കട്ടെ. मैं बता रहा था कि प्रभु के वचन की व्याख्या पवित्र आत्मा की अगुवाई से होनी चाहिए. प्रभु के वचन का कोई छोटा सा भी हिस्सा हम ले लेते हैं तो व्याख्या करने से पहले हमें अपने आप को समझना चाहिए. अपने आप को समझना है तो उसके पहले जो भाग हमने पढ़ा है उसके बारे में कई प्रश्न हमको पूछने चाहिए. ये प्रश्न इसके पहले के क्लासेस में मैं बता चुका हूँ. एक उदाहरण के रूप में कहा जाए तो उड़ाऊ पुत्र. उड़ाऊ पुत्र की क्या समझते हैं उड़ाऊ पुत्र की कहानी में? एक्चुअली उड़ाऊ पुत्र जो अपने पिता से संपत्ति लेकर चला गया था, वो कहानी बहुत ही ज़्यादा अर्थ से भरी हुई कहानी है. लेकिन अर्थ तब समझ में आएगा जब हम पवित्र आत्मा की अगुवाई के द्वारा पवित्र आत्मा की उपस्थिति में बैठकर प्रभु के वचन का ध्यान मनन और पठन करेंगे. लेकिन इस तरह से ध्यान मनन और पठन करने के लिए जो लोग तैयार नहीं हैं, वो लोग क्या करते हैं, कहीं से एक पोर्शन पढ़ा, उसके बाद मन में जो कुछ आया वो सब बोल दिया. मैं यही बात यहाँ पर बता रहा था कि इस तरह से प्रभु के वचन से किसी तरह का कोई संबंध नहीं. इस तरह की बात बोलनी है तो सड़क किनारे बहुत सारे लोग हैं जो तमाम तरह की चीज़ें बेचते हैं. आप में से कोई किसी ने कभी कोई मेला अटेंड किया हो तो मेले में जनता टूट पड़ती है. वहाँ बिल्कुल बेकार की चीज़ें जो किसी के काम की नहीं हैं, वो उसकी जो असली कीमत से उससे 50 गुना कीमत पर लोग बेचते हैं और लोग खुशी खुशी खरीदते हैं. प्रभु के वचन की जो असली बात है उसके बदले लोगों को सुनकर मज़ा आ जाए और हमारे भाषण को लोग बहुत अच्छा कहें, इस तरह से उनके मन में उनकी जो भावनाएं हैं उसको भड़काने वाले जो संदेश है वो प्रभु के वचन का असली संदेश नहीं है, मनुष्य के द्वारा निर्मित संदेश है. लोग क्यों इस तरह के संदेश देकर बच जाते हैं? मेरे और आपके कारण. मेरे और आपके कारण क्यों? इसलिए कि जब मैं और आप बाइबल नहीं पढ़ते, जब मैं और आप बाइबल का अध्ययन नहीं करते, तो कोई भी खड़ा होकर बाइबल के नाम पे कुछ भी हमारे सामने जप दे तो हमको अच्छा लगेगा, क्योंकि हम तो जानते ही नहीं हैं कि उसका मतलब क्या है. इसलिए मेरे आपके लिए ये बहुत ज़रूरी है कि प्रभु के वचन को गहराई से हम पढ़ें. और मैं यहाँ बार बार याद दिला चुका हूँ कि जब प्रभु के वचन के साथ हम बैठते हैं, जिसने भी नया जन्म पाया है उस हर व्यक्ति के लिए ज़रूरी है प्रभु के वचन को लेकर जब वो पढ़ने के लिए बैठता है या बैठती है, तब पवित्र आत्मा उसको जो प्रकाश देते हैं वो नष्ट ना हो जाए. इसके लिए एक कॉपी, एक पेंसिल, एक डायरी या एक पेन लेकर बैठना ज़रूरी है, जिससे कि प्रभु हमको मन में जो प्रकाश देते हैं उसको हम नोट करते चले जाएं, जिससे कि प्रभु के वचन को हम गहराई से समझ सकें. ഈ പുസ്തകത്തിൻ്റെ നിസ്തുല്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം ശരിയായിട്ട് വ്യാഖ്യാനിക്കേണ്ട രീതി ദൈവാത്മാവ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടി തൊട്ട് കനാനിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഉള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഒരു വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വ്യാഖ്യാനവും, അതുപോലെ തന്നെ ദൈവം ന്യായപ്രമാണത്തിൽ തന്ന ചടങ്ങുകളുടെ സെറിമോണിയൽ ലോ, അതുപോലെ തന്നെ സാമൂഹിക നിയമങ്ങളുടെ, ധാർമ്മിക നിയമങ്ങളുടെ ഒരു വ്യാഖ്യാനം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, പല കാരണം കൊണ്ട് ഈ പുസ്തകം നിസ്തുല്യമാണ്. ഒന്ന്, തിരുവെഴുത്ത്, വിശുദ്ധ തിരുവെഴുത്ത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ളത് തിരുവെഴുത്ത് തന്നെ ഒരു നമുക്ക് മാതൃക തന്നിരിക്കുകയാണ്. രണ്ട്, ആദ്യത്തെ 4 ബുക്സ് വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഇവിടെ തന്നിരിക്കുകയാണ്. ആ ഇൻറ്റർപ്രറ്റേഷൻ വായിച്ച് മനസ്സിലാക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലതായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം എന്ത് എന്നൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. പുസ്തകത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ, ദൈവം 70 ആളുകളെ എടുത്ത്
അവരുടെ പിതാവായ അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തതുപോലെ അവരെ വലിയൊരു രാഷ്ട്രമാക്കി തീർക്കുകയും കനാൻ അവർക്ക് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. നമ്മളിപ്പോൾ കനാനിൽ പ്രവേശിക്കുവാൻ വേണ്ടി റെഡിയായിരിക്കുവാണ്. അതുകൊണ്ട് ദൈവത്തെ നോക്കുക, ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത സർവ്വകരുതലും മനസ്സിലാക്കുക, മനുഷ്യൻ്റെ ലംഘനങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കുക, ലംഘനത്തിൽ പെടാതിരിക്കുക. അതുപോലെ ദൈവം മനുഷ്യനോട് ചെയ്ത, പ്രത്യേകിച്ച് ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത വാഗ്ദത്തം അത് ഫുൾഫിൽ ചെയ്യും. അതിൻ്റെ ആ വാഗ്ദത്തം നിറവേറാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കനാനിൽ പ്രവേശിക്കാൻ പോകുന്നത്. സോ മോശയോട് ഓർപ്പിക്കുന്നത്, മൈ ഡിയർ ചിൽഡ്രൻ, ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതം തിരുവെഴുത്തിനനുസരിച്ച് നിങ്ങൾ ക്രമീകരിക്കണം എന്നാണ് മോശ അവിടെ അവരോട് പറഞ്ഞത്. ആക്ച്വലി പുസ്തകം വായിക്കുമ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ആക്ച്വലി ഈ പുസ്തകം 3 എക്സ്പോസിറ്ററി മെസ്സേജസ് ആണ്. മോശ ദൈവജനത്തിൻ്റെ മുൻപിൽ 3 മെസ്സേജസ് നൽകി. ആ 3 മെസ്സേജസിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ സമാഹാരമാണ് ആവർത്തനം. അതിലാദ്യത്തെ മെസ്സേജ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 4-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം വരെയാണ്. ഫിലെമോൻ, അങ്കിളിനൊരു ചാർട്ട് വേണം. താങ്ക് യു. ഒരു ചാർട്ട് കുറഞ്ഞുകൊണ്ട് മോന് വിഷമമൊന്നുമില്ലല്ലോ? ഓക്കെ. ആദ്യ സന്ദേശം, ആ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യ സന്ദേശം. ഈ ആദ്യ സന്ദേശത്തിൽ ദൈവിക പ്രവൃത്തിയുടെ ഒരു പുനരവലോകനം മോശ പ്രസൻറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ചോദ്യം വരുന്നത്, ദൈവജനത്തിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, അതിൻ്റെ പുനരവലോകനം എന്തിന്? ഇത് ദൈവജനം എല്ലാ തലമുറയിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെ ഒരു ദൈവഭവനത്തിൽ ഒരു കുട്ടി ജനിച്ചതുകൊണ്ട് ആ കുട്ടി ദൈവവചനവും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രവും ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളും താനെ മനസ്സിലാക്കുമെന്ന് ധാരാളം ആളുകൾ അങ്ങ് സങ്കല്പിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ അല്ല. അത് വ്യക്തമായിട്ട് നമ്മിൽ ഓരോരുത്തരും, കാരണം നമ്മിൽ എല്ലാവരും ഒന്നിൽ വളർന്നു വരുന്ന വിശ്വാസികളാണ്, അല്ലെങ്കിൽ പേരൻസാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരിമാരുമാണ്, അല്ലെങ്കിൽ സഭയിൽ ഏതെങ്കിലും രീതിയിലുള്ള ശുശ്രൂഷയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ അവരോരെ തന്നെ ആവർത്തിച്ചോർപ്പിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കണമെങ്കിൽ പശ്ചാത്തലം ഇല്ലാത്ത ടീച്ചിങ് ഇല്ല. പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഇല്ല. പഴയ നിയമം ഇല്ലാതെ ഉപദേശം ഇല്ല. ആ 39 ബുക്സും ആ 39 ബുക്സിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളുടെ ഫുൾഫിൽമെൻറ്റ് 4 ഗോസ്പൽസിൽ നാം കാണുന്നതും കൂടെ ചേർത്ത് മനസ്സിലാതെ പഠിച്ചെങ്കിൽ മാത്രമേ ഉപദേശം മനസ്സിലാകത്തുള്ളൂ. Therefore, വിശ്വാസികളായ നാം പഴയ നിയമം വായിക്കാൻ ധാരാളം സമയം ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. ധാരാളം സമയം. വിശ്വാസികളായ പലർ പഴയ നിയമത്തെ വളരെയധികം അവഗണിക്കാറുണ്ട്. അത് പാടില്ലാത്ത കാര്യമാണ്. അക്രൈസ്തവ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്ന പല ആളുകൾക്ക് വീട്ടിൽ തിരുവെഴുത്തിലെ സ്റ്റോറീസ് പറഞ്ഞ് പേരൻസ് പഠിപ്പിച്ചിട്ടില്ല. അവർ വിജാതീയരായിരുന്നു, അക്രൈസ്തവരായിരുന്നു. സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, കാരണം അവർ അക്രൈസ്തവരാണ്. അവർ രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പഴയ നിയമത്തിലെ 39 ബുക്സ് ഒന്ന് വായിച്ച് പഠിച്ച് അത് ആ ഹിസ്റ്ററി എല്ലാം ഒന്ന് ഓർത്തിരുന്ന് ആ ഹിസ്റ്ററിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങൾ, അതുപോലെ ഹിസ്റ്ററിയിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തീയ തത്വശാസ്ത്രം, ക്രിസ്തീയ ധർമ്മശാസ്ത്രം,
ഇതവർക്കറിയത്തില്ല. അതിൻ്റെ കാരണം കൊണ്ട് പഴയ നിയമത്തിലെ 39 ബുക്സിനെ അക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ക്രൈസ്തവ സമൂഹങ്ങളിൽ വന്ന ധാരാളം ആളുകൾ അവഗണിക്കാറുണ്ട്. അവഗണിക്കാൻ വേണ്ടി ധാരാളം ഒഴികഴിവുകൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പഴയ നിയമത്തിലെ ദൈവം രക്തദാഹിയായ ഒരു ദൈവമാണ്. അത് ബേസിക്കലി പഴയ നിയമത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒഴികഴിവാണ്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എന്നോടൊരാൾ പറഞ്ഞതാണ്, ഒന്നിലധികം ആളുകൾ പറഞ്ഞാണ്, പഴയ നിയമത്തിൽ എന്താണ് കുറേ ആളുകളെ കൊല്ലുന്നു, കുറേ ആളുകളെ സംഹരിക്കുന്നു, അതല്ലാതെ പഴയ നിയമത്തിൽ നാം ഒന്നും കാണുന്നില്ല. അത് പഴയ നിയമത്തെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയാണ്. പഴയ നിയമത്തിൽ രക്തദാഹിയായ ദൈവത്തെ അല്ല കാണുന്നത്. ഇന്ന് പാപത്തെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. തൻ്റെ മക്കൾക്ക് ബാലശിക്ഷ നൽകുന്ന ഒരു ദൈവത്തെ ഇന്ന് പുതിയ നിയമത്തിൽ കാണുന്ന അതേ ദൈവത്തെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ വ്യക്തി പഴയ നിയമം മനസ്സിലാക്കിയിട്ടില്ല. ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം മനുഷ്യർക്ക് ആവശ്യമുള്ള സർവ്വതും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൃപയല്ലാതെ മറ്റെന്താണ്? ആദാമിന് വേണ്ടി ഒരു പങ്കാളിയെ ദൈവം സൃഷ്ടിച്ച അത് കൃപയല്ലാതെ എന്താണ്? കൈൻ, കർത്താവേ, ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ സംഹരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്നും പറഞ്ഞ് കർത്താവ് ഒരു അടയാളം, അത് കൃപയല്ലാതെ എന്ത്? ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരെ വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഹ്യൂമൻ റേസ് കണ്ടാമിനേറ്റ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരെ രക്ഷിക്കുവാൻ വേണ്ടി പര്യാപ്ത വലുപ്പമുള്ള ഒരു പെട്ടകം പണിയുകയും ഒരു ഓബ്ജക്റ്റ് ലെസൺ പോലെ നമ്മുടെ സഭകളിലൊക്കെ കൊണ്ടുവന്ന് സ്ക്രീനിൽ കാണിക്കാറുണ്ട്. കാരണം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കുമെന്ന് നമുക്ക് തന്നെ അറിയാം. അവർ കാണുക എത്രയോ വർഷങ്ങളെടുത്ത് കാണും. മോശ 100 കണക്കിന് ലേബറേഴ്സും മേസ്ത്രിമാരും ആശാരിമാരുടെ ഹെൽപ്പും കൊണ്ട് ആ പെട്ടകം പണിതായിട്ട് നാം കാണുന്നുണ്ട്. നോഹയും മക്കളും തന്നെത്താനെ അത് പണിയാൻ സാധ്യതയില്ല. കാരണം കേരളത്തിൻ്റെ വടക്ക് ഈ വലിയ സൈസ് വള്ളങ്ങൾ, പ്രത്യേകിച്ച് അത്ര വള്ളവുമല്ല അത്ര കപ്പലുമല്ല, ഡോ എന്ന് പറയുന്ന വാഹനങ്ങൾ, അത് ഇന്ത്യയിൽ നിന്ന് UAE ഇപ്പോഴും പോകാറുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പടങ്ങളും അതിൻ്റെ സ്റ്റോറീസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. അതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് വലുപ്പമുള്ള ആ കപ്പൽ ഈ നോഹയും 3 മക്കളും കൊണ്ട് ചിന്തിച്ചാൽ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. അവരെ തീർച്ചയായിട്ടും അക്കാലത്തുള്ള ലേബറേഴ്സിനെ കൂടെ ഉപയോഗിച്ച് കാണും. അതിൽ ഈ ലേബറേഴ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആ പെട്ടകത്തിൽ പോയതായിട്ട് നാം കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതെല്ലാം അവർക്ക് കാണാൻ സാധിച്ചപ്പം വല്യപ്പന് വട്ടാണെന്ന് അവർ ചിന്തിച്ച് കാണും. ഓക്കെ, വട്ടാണെങ്കിൽ പോലും ബൈ ചാൻസ് വല്യപ്പൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം എന്നോർത്തെങ്കിലും ആരെങ്കിലും വന്നോ? നോ. മഴ പെയ്തില്ല, നമുക്ക് ഇനി ഇറങ്ങി പോരാമെന്ന് അവർ ചിന്തിച്ചാൽ മതിയായിരുന്നല്ലോ. ചിന്തിച്ചോ? ഇല്ല. എന്നാൽ അവർക്ക് ഇത് കംപ്ലീറ്റ്ലി കാണുവാൻ വേണ്ടിയുള്ള അവസരം. അതിൻ്റെ കൂടെ നോഹ, ഹി വാസ് എ പ്രീച്ചർ എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. നോഹ ഈ വിഷയത്തെക്കുറിച്ച് ഡിക്ലെയർ ചെയ്തെന്ന് ആ ദൈവത്തിൻ്റെ കൃപയല്ലാതെ എന്ത്? ഈ പെട്ടകം നിർമ്മിക്കുന്നത് സ്വന്തം കണ്ടുകൊണ്ട് കാണാൻ സാധിച്ചു. അതിൽ കൂടുതൽ ദൈവം മനുഷ്യരോട് കാണിക്കേണ്ട കരുണ എന്ത്? അതെല്ലാം കഴിഞ്ഞിട്ട് പ്ലീസ് റിമെമ്പർ വൺ തിങ്, പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറുന്ന ജന്തുക്കൾ ഒന്നിച്ച് പെട്ടകത്തിൽ 2 ചിലത് 7 വന്നു കയറുന്നത് ഇതാരും കണ്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വഴിയെ ഒരാന പോയി കഴിഞ്ഞാൽ ആളുകൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ വഴിയെ ഒരാന പോയി കഴിഞ്ഞാൽ പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഓടിപ്പോകാറുണ്ട്, ഇല്ലേ? ആരും കണ്ടിട്ടില്ലാത്തൊരു മൃഗമാണെങ്കിലോ വലിയ വല്യപ്പച്ചന്മാർ തൊട്ട് എല്ലാവരും ഓടിച്ചെല്ലും.
അപ്പോൾ അവിടെ എല്ലാം ആൾതാമസമുള്ള ആ പ്രദേശത്തെ ഇതെല്ലാം ഇങ്ങനെ ഈരണ്ടായിട്ട് സിംഹം പോകുന്നു, കടുവ പോകുന്നു, മാനും കയറി വരുന്നു. ഇത് കണ്ടിട്ട് പോലും അവരുടെ മനസ്സിലൊരു ചലനമുണ്ടായില്ലല്ലോ. എന്നാൽ ഇത് കാണാനൊത്തത് അതും ദൈവത്തിൻ്റെ കൃപയാണ്. സോ പഴയ നിയമത്തിൽ നാം രക്തദാഹിയായ ഒരു ദൈവത്തെയാണ് കാണുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പഴയ നിയമം വെറും യുദ്ധങ്ങളുടെ മാത്രം ഒരു ഹിസ്റ്ററിയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, അവർ പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. പഴയ നിയമത്തെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലായെങ്കിലേ പുതിയ നിയമം മനസ്സിലാകത്തുള്ളൂ. നമ്പർ 1. നമ്പർ 2, പഴയ നിയമത്തിലെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കിയിട്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. വേർപാട് സഭകളിലുള്ള ഒരു പ്രാക്ടീസ് ആണല്ലോ. കുട്ടി അങ്ങോട്ട് ജനിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് യേശു കണ്ണുനീർ വാർത്തു, യഹോവ എൻ്റെ ഇടയൻ, ദൈവം സ്നേഹാകും നമ്മൾ പഠിപ്പിച്ചു തുടങ്ങാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും പഠിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. मैं बोल रहा था कि नए नियम को समझना है तो पुराना नियम समझना ज़रूरी है. कई बार गैर मसीही पृष्ठभूमि से लोग मसीही विश्वास में आते हैं. घर में उन्होंने बाइबल नहीं पढ़ा है, उनके माँ बाप ने उनको बाइबल की कहानियाँ नहीं सुनाई हैं, संडे स्कूल अटेंड करने का मौका उनको नहीं मिला है. इस कारण वे लोग जब पुराने नियम को देखते हैं तो वो लोग अक्सर कहते हैं अरे बेकार है, सिर्फ युद्ध वगैरह की बातें उसमें बताई गई हैं और उसमें ईश्वर का जो रूप है वो एक खूनी रूप हम देखते हैं. ये गलत है. एक्चुअली पुराने नियम को सही रीति से देखा जाए तो मनुष्य की सृष्टि से पहले प्रभु ने मनुष्य के लिए जो सब कुछ बनाया, पुरुष के लिए साथी के रूप में स्त्री को बनाया. काइन जो हत्यारा था, जब उसने प्रभु से कहा कि हे प्रभु ये सजा मेरे सहने से बाहर है, तब प्रभु ने कहा नहीं, तुम्हारी हत्या कोई नहीं करेगा. वहाँ से लेकर प्रभु के वचन में देखते जाते हैं तो प्रभु की कृपा ही कृपा हम देखते हैं. और इसलिए यदि पुराने नियम में हम प्रभु की कृपा को नहीं देख पाए तो उसका मतलब है कि पुराने नियम को हमने जिस नज़रिए से देखना है, जिस चश्मे के द्वारा देखना है, नहीं देख पाए हैं. അപ്പം ഈ 1-ാം അധ്യായം തൊട്ട് 4-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം വരെ ആദ്യ സന്ദേശം അവിടെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ കാരണം, ഈ ആദ്യ സന്ദേശം ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് പഴയ നിയമം വ്യക്തമായിട്ട് മനസ്സിലാകാതെ ഒരു വ്യക്തിക്ക് ന്യായപ്രമാണമോ ദൈവത്തിൻ്റെ കരുതലോ മനുഷ്യൻ്റെ ലംഘനമോ ദൈവത്തിൻ്റെ കരുണയോ ദൈവത്തിൻ്റെ കൃപയോ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നാം പഴയ നിയമത്തെ വേണ്ട ശ്രദ്ധയോടെ വായിക്കുകയും പഴയ നിയമത്തെ കറക്റ്റായിട്ടുള്ള വീക്ഷണകോണത്തിൽ നോക്കി ആ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ദൈവാത്മാവ് തരുന്ന വെളിച്ചം അത് നോട്ട് ചെയ്തു പോയെങ്കിൽ മാത്രമേ പഴയ നിയമം വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈവൻ വേർപാട് കുടുംബത്തിൽ ജനിച്ച് വളർന്ന് 15-ാം വയസ്സ് തൊട്ട് എഴുന്നേറ്റ് വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിച്ച് 16 അല്ലെ 17-ാം വയസ്സിൽ സ്നാനപ്പെട്ട് തിരുവത്താഴത്തിൽ പങ്കുകൊണ്ട് എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കുകയും അതിൽ നിന്നൊരു പ്രബോധനം പറയുന്ന വ്യക്തിക്ക് പോലും ശരിയായ വീക്ഷണകോണത്തിൽ പഴയ നിയമം വായിച്ചു പഠിച്ചില്ലെങ്കിൽ പഴയ നിയമം മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള വ്യക്തികൾ പലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമം ഒന്ന് വായിച്ചധികം സമയം വേസ്റ്റ് ചെയ്യരുത്, അത് യുദ്ധങ്ങളുടെ കഥ മാത്രമല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് റോങ്. പഴയ നിയമത്തിൽ 3-1 ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ബൈബിളിലെ 3-1 പ്രവചനമാണെന്ന്. പഴയ നിയമത്തിലെ പ്രൊപ്പോർഷൻ അതിൽ കൂടുതലാണ്. പഴയ നിയമത്തിൽ 3-1 30% പഴയ നിയമത്തിൽ 40% അതിൽ കൂടുതൽ ഭാഗങ്ങൾ പ്രവചനം. അവിടെ എവിടാണ് യുദ്ധം? അവിടെ എവിടാണ് രക്തദാഹിയായ ഒരു ദൈവത്തെ കാണുന്നത്? അവിടെ നീതിമാനായ ഒരു ദൈവത്തെയാണ് കാണുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയും കരുണയാണ് നാം കാണുന്നത് 40%. പിന്നെ സങ്കീർത്തനമുണ്ട്, സദൃശവാക്യമുണ്ട്, അതുപോലെ തന്നെ വിലാപങ്ങളുണ്ട്, ഇയ്യോബിൻ്റെ ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ പോയട്രിയാണ്. അവിടെ എവിടാണ് യുദ്ധം? അവിടെ എവിടാണ് രക്തച്ചൊരിച്ചിൽ? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കെയർഫുള്ളി മനസ്സിലാക്കണം.
ഉൽപ്പത്തിയിൽ എവിടാണ് രക്തച്ചൊരിച്ചിലുള്ളത്? എവിടാണ് യുദ്ധങ്ങൾ? ഉൽപ്പത്തിയിലാകെ ആ നോഹയുടെ ആ സംഭവം മാത്രമേ ഉള്ളൂ ആളുകളെ ദൈവം സംഹരിക്കുന്നത്. സോ പുറപ്പാടിൽ എവിടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്? സോ വേദപുസ്തകം, പ്രത്യേകിച്ച് പഴയ നിയമം, നാം വീക്ഷിക്കേണ്ട വീക്ഷണകോണത്തോടെ വീക്ഷിച്ചു തുടങ്ങണം. അങ്ങനെ വീക്ഷിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യം. അങ്ങനെ പ്രോപ്പർലി നമ്മളത് വീക്ഷിക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമം കുറച്ചുകൂടെ ശ്രദ്ധയോടെ, കുറച്ചുകൂടെ സമയം കൊടുത്ത് വായിക്കണം. ഈ ആദ്യത്തെ മെസ്സേജ് മോശ ഇവിടെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ പർപ്പസ് തന്നെ അതുണ്ടെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. पुराने नियम को खूब समय दे के, बहुत ध्यान से, पवित्र आत्मा ने वहाँ जो लिखवाया है उसको ध्यान के साथ, पवित्र आत्मा की अगुवाई के साथ समझना जरूरी है. क्योंकि यदि पुराने नियम को नहीं समझेंगे, नया नियम समझ में नहीं आएगा. पुराने नियम समझना है तो पुराना नियम नए नियम से दुगना साइज़ का है और उसमें बहुत सारी बातें बताई गई हैं. उन सबको अच्छी तरह से पढ़कर समझना ज़रूरी है. मैं यहाँ जब से क्लास लेता आया हूँ तब से एक बात याद दिलाता आया हूँ, इसको हल्के से मत लेना. जिसने भी प्रभु को मुक्तिदाता के रूप में पाया है उसके लिए ज़रूरी है कि प्रभु के वचन को ध्यान से पढ़े और ध्यान से उसको समझे, और जो उसको समझ में आता है वो भूल ना जाए. इसलिए प्रभु के वचन के साथ साथ हर जगह एक डायरी और एक पेन रखें, जिससे कि प्रभु जो भी प्रकाश देते हैं उसको हम നോട്ട് करते चले जाएं. ആ പശ്ചാത്തലം നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ വളരെ തറവായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആ പശ്ചാത്തലം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഴയ നിയമത്തിലെ കഥകൾ യാന്ത്രികമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു പരിചയമായി പോയി. എന്നാൽ യാന്ത്രികമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പഴയ നിയമത്തിലെ സ്റ്റോറീസ് പറഞ്ഞിട്ട് ഓരോ കഥയിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ, അവർക്ക് പ്രായം കുറച്ചുകൂടാകുമ്പോൾ ഓരോ ആ വേദപുസ്തകത്തിലുള്ള ഹിസ്റ്ററിയിൽ നിന്നുള്ള ആത്മീക പാഠങ്ങൾ അതുകൂടെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർ ബൈബിൾ ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് വേദപുസ്തകം വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ. 4-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം തൊട്ട് 26-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വരെ മോശയുടെ രണ്ടാമത്തെ മെസ്സേജ് നമ്മൾ കാണുന്നുണ്ട്. 3 മെസ്സേജസിൽ ഇതാണ് ഏറ്റവും നീണ്ട മെസ്സേജ്. ഇതിൽ 4-ാം അധ്യായത്തിൻ്റെ 44 തൊട്ട് 49-ൽ ന്യായപ്രമാണത്തെ മോശ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 11-ാം അധ്യായത്തിൻ്റെ 32 വരെ 10 കൽപ്പനകളുടെ ഒരു വിശദമായ ഒരു വ്യാഖ്യാനമാണ്. ഇന്ന് നമ്മിൽ പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, 10 കൽപ്പന യഹൂദന്മാർക്ക് മാത്രമായിരുന്നെന്ന്. ദാറ്റ് ഈസ് റോങ്. 10 കൽപ്പനയിൽ സെറിമോണിയലായിട്ടുള്ള ഒരു കൽപ്പന അത് ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം കർത്താവായ യേശുക്രിസ്തു ആ സെറിമണി ഫുൾഫിൽ ചെയ്തു. സാബത്തിൻ്റെ ആചരണം മാറിപ്പോയി. എന്നാൽ ബാക്കി 9 ഇന്ന് നമുക്ക് ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് വിശ്വാസികളായ നാം നമ്മുടെ മക്കളെയൊക്കെ 10 കൽപ്പന ചെറുപ്രായം തൊട്ടേ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നീ മോഹിക്കരുത് എന്ന് ദൈവവചനം പറയുമ്പോൾ അത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. കാരണം ബേസിക്കലി നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നല്ല ശതമാനം പ്രശ്നങ്ങൾ മോഹിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ്. ബെസ്റ്റ് എക്സാമ്പിൾ, കുട്ടികൾ പഠിക്കുന്നില്ല. എന്തുകൊണ്ട് പഠിക്കുന്നില്ല? സ്പോർട്സിൻ്റെ പുറകെയാണ്. അതൊരു സൈസ് മോഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ മോഹത്തിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് അവർക്ക് സമയമില്ലാത്തത്. സോ ഈ 10 കൽപ്പനയിൽ 9 വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. അതുകൊണ്ടാണ് മോശ ഈ കാര്യങ്ങളെല്ലാം അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ലെറ്റ് us കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. मैं बोल रहा था
अध्याय 4 के 44 से लेकर 26 के 19 तक प्रभु के महान दास मूसा का दूसरा संदेश हम देखते हैं। और इस दूसरे संदेश में प्रभु का जो पुराने नियम में प्रभु ने इस्राएलियों को जो व्यवस्था दी थी उस व्यवस्था का व्याख्यान देखते हैं। അതിൽ തന്നെ 4:44 തൊട്ട് 11:32 വരെ ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങളുടെ വിശദീകരണം കാണുന്നു. 12:1 തൊട്ട് 16:17 വരെ ദൈവം അവർക്ക് കൊടുത്ത ചടങ്ങുകളുടെ വിശദീകരണമാണ്. ദൈവത്തെ ഭയന്ന് ദൈവത്തെ ആദരിച്ച് ദൈവഭരണത്തിൽ ജീവിക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രമായിട്ട് ജീവിക്കുമ്പോൾ ആ രാഷ്ട്രം മറ്റെല്ലാ രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുമ്പോൾ ആ കൽപ്പന ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ആ രാഷ്ട്രത്തിൽ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഇമ്മീഡിയറ്റ്ലി അത് എലിമിനേറ്റ് ചെയ്യണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. കാരണം മറ്റൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്ത ജീവൻ അത് എടുത്തു മാറ്റാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രതികാര മനോഭാവത്തോടെ ദൈവം കൊടുത്ത ജീവനെ ഒരു വ്യക്തി എടുത്തു കളയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ ലീഗലി എടുത്ത് കളയണം എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അതേ സമയത്ത് അറിയാതെ ഒരു കൊലപാതകം നടന്നെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം ഒരു സങ്കേതം ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കമ്പാഷനെ കാണിക്കുന്നു. ചോദ്യം വരുന്നത്, അങ്ങനെ ദൈവം സങ്കേത നഗരങ്ങൾ ഒരുക്കി അവരെ സങ്കേത നഗരത്തിലോട്ട് എന്തുകൊണ്ട് വിട്ടില്ല? അങ്ങനെയുള്ള ഒരു പുരോഹിതൻ്റെ അടുത്ത് എന്നിട്ട് പുരോഹിതൻ്റെ കയ്യിൽ നിന്ന് ഇവൻ കുറ്റവാളിയല്ല എന്നൊരു എഴുത്ത് വാങ്ങിച്ച് ജനത്തിൻ്റെ ഇടയ്ക്ക് പോയി താമസിക്കാത്ത എന്ത്? അത് അതിൻ്റെ സാമൂഹ്യ ആത്മീയ വശങ്ങളെ കാണിക്കുന്നു. ഇന്നത്തെ പോലെ അല്ലായിരുന്ന അന്നത്തെ സമൂഹം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു വ്യക്തി അൺഫെയറായിട്ട് മറ്റൊരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ലീഗലി സംഹരിക്കാമായിരുന്നു. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്ത്, അറിയാതെ ഒരു കൊലപാതകം ചെയ്ത് താൻ ഈവൻ ഇഫ് ഈസ് ഇന്നസെൻറ്റ് ജനത്തിൻ്റെ മധ്യേ ജീവിക്കുവാണെങ്കിൽ പ്രതികാര മനോഭാവത്തോടെ ആരെങ്കിലും ആ വ്യക്തിയെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന്, ആ വ്യക്തിയെ മാറ്റിയത്. നമ്പർ 2, അറിയാതൊരു കൊലപാതകം ചെയ്തതാണെങ്കിൽ പോലും ആ കൊലപാതകൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ഈ മരിച്ച ആളിൻ്റെ മക്കൾ ആ വ്യക്തിയെ കാണുമ്പോൾ അവർ എത്രയോ ഒരു വൈകാരിക ക്രൈസിസിൽ കൂടെ കടന്നു പോകും. സോ അവർ കാണാത്തൊരു സ്ഥലത്തോട്ടങ്ങ് മാറ്റിയിരിക്കുകയാണ്. 3, ആ സമൂഹത്തിലുള്ള ഒരു വ്യക്തി, ആ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, കാരണം താൻ ചെയ്തിരിക്കുന്ന കൊലപാതകം എന്ന് പറഞ്ഞാൽ അറിയാതെ നടന്ന കൊലപാതകമാണ്. അങ്ങനെയുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പോലും ഇന്നസെൻ്റായിട്ടൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞ് സങ്കേത നഗരത്തിലോട്ട് ആ പുരോഹിതൻ്റെ മരിക്കുന്നത് വരെ ആ സങ്കേത നഗരത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ സമൂഹത്തിന് വലിയ നൈതിക, ധാർമ്മിക, സാമൂഹിക ലെസൻസ് ഉണ്ട്. എന്ത്? ആ വ്യക്തിയുടെ ബന്ധുക്കൾക്ക് അവരുടെ വീട്ടിൽ ഏത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ? നോ. സങ്കേത നഗരത്തിൻ്റെ പുറത്ത് അതിൻ്റെ ബൗണ്ടറി പോകാൻ അനുവാദമില്ല. ആ വ്യക്തിയുടെ സ്വന്തം പെങ്ങളുടെ വിവാഹമാണെങ്കിൽ പോകാൻ സാധിക്കുമോ? നോ. ആ വ്യക്തിയുടെ സ്വന്തം മകളുടെ വിവാഹമാണെങ്കിലോ സങ്കേത നഗരം വിട്ടു പോകാൻ സാധിക്കും? നോ. പിതാവ് മരിച്ചു, മാതാവ് മരിച്ചു, പോകാൻ സാധിക്കുമോ? നോ. അങ്ങനെ പോയ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട്, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ അത് വലിയൊരു ഈ ഇന്നസെൻ്റായിട്ടുള്ള ആളുകൾക്ക് അത് വലിയൊരു പാഠമാണ്. എങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞ്
നാം മറക്കാൻ പാടില്ലാത്ത കാര്യം, കുറ്റം ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ, ക്രൈമിലേക്ക് ചായ്വില്ലാത്തവർ, അവർ പോലും അവരുടെ വികാരങ്ങളെ എല്ലാ അവസരങ്ങളിൽ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ സീരിയസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. സോ ഈ സങ്കേത നഗരം എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കൺസെപ്റ്റൊന്നുമല്ല, അതിൻ്റെ പുറകെ വലിയ ദൈവിക പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് രാഷ്ട്ര നിയമങ്ങൾ. സാമൂഹിക നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറേയേറെ നിയമങ്ങളുണ്ട്. ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ എൻ്റെ ഇടയ്ക്കുള്ള ബൗണ്ടറി അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല, ത്രാശ് 2 രീതിയിലുള്ള വെയിറ്റ് പാടില്ല, ഓണസ്റ്റായിട്ട് തൂക്കണം, അങ്ങനെയുള്ള ധാരാളം നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള സാമൂഹിക നിയമങ്ങളുണ്ടെങ്കിലേ സമൂഹം സ്ഥിരമായിട്ട് നിൽക്കത്തുള്ളൂ. രാഷ്ട്രീയ നിയമങ്ങളുണ്ടെങ്കിലേ രാഷ്ട്രം സ്ഥിരമായിട്ട് നിൽക്കത്തുള്ളൂ. ആചാരപരമായ നിയമങ്ങൾ ദൈവം അന്ന് കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നില്ലായിരുന്നു. കടന്നു വരുന്നതിന് മുൻപ് ആചാരങ്ങളിൽ കൂടെ അല്ലെ ചടങ്ങുകളിൽ കൂടെ അവർ വരുവാനിരിക്കുന്ന മസീഹായെ മനസ്സിലാക്കണമായിരുന്നു. प्रभु के वचन में मूसा ने जो दूसरा संदेश दिया था, इसके 4 हिस्से हैं. पहले हिस्से में वो प्रभु ने जो नियम कानून वगैरह बनाए हैं उसका थोड़ा सा विस्तार बताते हैं. दूसरे हिस्से में यहूदियों को बहुत सारे धार्मिक कर्म कांड दिए गए थे, जैसे अशुद्ध हो गए तो शुद्ध होने तक इंतज़ार करो, बलिदान करो वगैरह. प्रभु यीशु को, आने वाले प्रभु को, इनमें से बहुत सारी बातें जो प्रभु आने वाले थे उनको प्रदर्शित करते हैं. दूसरी ओर इनमें से कई बातें उनको ये बात भी याद दिलाती थी कि प्रभु के लोग अलग किए हुए लोग हैं और उनको हर तरह की गलत बात से और अशुद्धि से अलग रहना है. इसी में जो तीसरा सेक्शन है उसमें यहूदी राष्ट्र के नियम हैं. यहूदियों को प्रभु ने जब एक राष्ट्र के रूप में बनाया तो उनके लिए ये समझना जरूरी था कि हम संसार के अन्य राष्ट्रों के समान नहीं हैं, यह मनमानी नहीं चल सकती है. इसलिए प्रभु ने बहुत सारे नियम बनाए थे जिससे कि लोग उन नियमों के अंदर रहें, उन नियमों का पालन करें, और यदि कोई व्यक्ति जानकर उन नियमों का उल्लंघन करता है तो उसको सजा दिया जाए. अनजाने यदि कोई व्यक्ति उस नियम का उल्लंघन करता है, खासकर यदि अनजाने यदि किसी के हाथ से हत्या हो जाती है तो उस व्यक्ति को सुरक्षा प्रदान की जाए, लेकिन सुरक्षा इस तरह से प्रदान की जाए कि वो भी ज़िंदगी भर याद रखेगा, उसके परिवार वाले भी ज़िंदगी भर याद रखेंगे, और समाज में जितने लोग हैं वो लोग भी ज़िंदगी भर याद रखेंगे. इसी के आखिरी भाग में समाज के नियम बताए गए हैं. समाज को यदि अच्छी तरह से चलना है तो नियम कानून जरूरी है. हर समाज इसीलिए नियम कानून बनाता है. 27 അധ്യായം തൊട്ട് 34 അധ്യായം വരെ മോശയുടെ 3ാമത്തെ സന്ദേശം കാണുന്നു. ഈ 3 സന്ദേശങ്ങളിൽ ദൈവാത്മാവ് മോശയ്ക്ക് കൊടുത്ത പ്രകാശത്തിനനുസരിച്ച് പഴയ നിയമത്തിലെ ഹിസ്റ്ററിയും അത് കഴിഞ്ഞ് ദൈവം കൊടുത്ത ന്യായപ്രമാണവും വിശദീകരിച്ച് ദൈവജനത്തെ പഠിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ദൈവാത്മാവ് മോശയ്ക്ക് പല വിഷയങ്ങളിൽ കൊടുത്തിരുന്ന അനുഭവം, ഉൾക്കാഴ്ച, അതുകൂടെ മോശ ഈ 3 മെസ്സേജസിൽ ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴേ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ 3ാമത്തെ സന്ദേശത്തിൽ ആദ്യം നാം കാണുന്നത് ഉടമ്പടിയുടെ സ്ഥിരീകരണം. ദൈവം തൻ്റെ ജനത്തോട് പല ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ഈ ഉടമ്പടികൾ തന്നെ പഠിക്കുന്ന ഒരു ദൈവശാസ്ത്രമുണ്ട്. അതിന് കവനൻറ്റ് തിയോളജി എന്ന് പറയും. ഉടമ്പടികളുടെ ദൈവശാസ്ത്രം. ഓഫ് കോഴ്സ് കവനൻറ്റ് തിയോളജി പഠിക്കുന്ന ചില ആളുകൾ കവനൻറ്റ് മാത്രം പഠിച്ച് ബാക്കി എല്ലാം അവഗണിച്ച് ദൈവങ്ങളുടെ യുഗങ്ങളുടെ കാര്യപരിപാടിയെ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ദൈവവചനം ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദൈവം ചെയ്തിരിക്കുന്ന ഉടമ്പടികൾ എല്ലാം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത് 27 അധ്യായത്തിൻ്റെ 1 തൊട്ട് 28 അവസാനം വരെ നാം കാണുന്നു.
അത് കഴിഞ്ഞ് ദൈവം തൻ്റെ ജനത്തിന് പാലസ്തീനിൽ വെച്ച് നൽകിയ ഉടമ്പടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ 29ഉം 30ഉം അധ്യായങ്ങളിൽ കാണുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഉടമ്പടി എന്ന് പറഞ്ഞ വിഷയം അവഗണിക്കേണ്ട വിഷയമല്ല. ദൈവജനം മനസ്സിലാക്കണം. നമ്മളൊക്കെ സാധാരണ ഉടമ്പടി എന്നുള്ള വാക്ക് കേൾക്കുന്നതോ ഉപയോഗിക്കുന്നത് വിവാഹങ്ങൾ വരുമ്പോഴാണ്. അവിടെ തന്നെ ഉഭയസമ്മതം എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് ആക്ച്വലി കവനൻ്റാണ്, ഉടമ്പടി. അഗ്രിമെൻ്റ് അല്ല, ട്രാൻസാക്ഷൻ അല്ല. അഗ്രി ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്, എന്നാൽ അത് ബേസിക്കലി ഒരു കവനൻ്റാണ്. കവനൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവാണ്. നീ നിൻ്റെ ഭാഗം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ ഭാഗം, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം ചെയ്യും എന്നാണ് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചെയ്യുന്ന ഉടമ്പടി. അല്ലെ, ഉടമ്പടിയുടെ പ്രധാന ഒരു ഭാഗം. മരണം നമ്മെ വേർതിരിക്കുന്നത് എന്നുള്ളത് അതെല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ബേസിക്കലി ക്രിസ്ത്യൻ മാരേജിൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നീ ഫെയ്ത്ത്ഫുൾ ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ നിന്നോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുമെന്ന് പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും. അതാണ് ബിബ്ലിക്കൽ കവനൻറ്റ്. പഴയ നിയമത്തിൽ ദൈവജനത്തോട് ചെയ്ത കവനൻസ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. നാം ഈ കവനൻസിൻ്റെ അണ്ടറിലല്ല. ഇതെല്ലാം യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ഈ ഉടമ്പടികളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം നമ്മോട് ചെയ്ത ആ പുതിയ ഉടമ്പടി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടി എന്നുള്ള വാക്ക് മാറ്റി ഇംഗ്ലീഷ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാം വേദപുസ്തകത്തിൽ തെറ്റായ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമം. പുതിയ നിയമമല്ല. ഉടമ്പടി ഉള്ളിടത്ത് നിയമങ്ങളുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും പഴയ നിയമം എന്നുള്ളത് അത് പഴയ ഉടമ്പടിയാണ്. അത് മറാഠി ബൈബിൾ അത് വളരെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പുരാന കരാർ, നവ കരാർ എന്നാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മച്ച് ബെറ്റർ ട്രാൻസ്ലേഷൻ. അപ്പം ഇന്ന് നാം ദൈവത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ അതിൻ്റെ വി ആർ പാർട്ടേക്കേഴ്സ്. ആ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയിലെ വിശ്വാസികളോട് മാത്രം ചെയ്തതാണ്. അതാണ് തിരുവത്താഴത്തെക്കുറിച്ച് പറയുമ്പം ദിസ് ഈസ് ദ ബ്ലഡ് ഓഫ് മൈ ന്യൂ കവനൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ ഉടമ്പടികളുടെ സ്ഥിരീകരണവും പാലസ്തീനിൽ വെച്ച് നൽകിയ ഉടമ്പടിയെക്കുറിച്ച് ഇത്രയും എക്സ്പോസിഷൻ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, വേദോസ്തവം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഹിസ്റ്ററി മാത്രമല്ല, ആ ഹിസ്റ്ററിയിൽ ഒളിച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ദൈവം ചെയ്ത പ്രധാനപ്പെട്ട എല്ലാ ഉടമ്പടികൾ നാം മനസ്സിലാക്കി പോകണം. അത് മനസ്സിലാക്കി പോകുന്നത് കൊണ്ടാണ് വേർപാടുകാർക്ക് ഇസ്രായേലിനോട് ഇത്ര സ്നേഹം. വേർപാടുകാർക്ക് മാത്രമല്ല, ഡിസ്പെൻസേഷൻസ്, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി മനസ്സിലാക്കുന്ന ആളുകൾക്കെല്ലാം ഇസ്രായേലിനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ദൈവം അവരോടാണ് ഉടമ്പടികളെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ എ വെരി സ്പെഷ്യൽ പീപ്പിൾ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ അവർക്ക് ഇത്രയും പ്രത്യേകത, ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ 31:13 തൊട്ട് 34 അവസാനം വരെ, അല്ലെ 31 തൊട്ട് 34 അധ്യായങ്ങളിൽ മഹാനായ ഒരു ലീഡർ അടുത്ത ലീഡറിന് അധികാരം കൈമാറുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. तीसरे संदेश में हम 3 बातें देखते हैं. पहली बात, पुराने नियम में प्रभु ने अपने बच्चों के साथ जो वाचाएं बांधी थी, वाचाएं बहुत महत्वपूर्ण हैं. प्रभु के वचन को प्रभु ने जो वाचाएं बांधी थी उसके बिना समझा नहीं जा सकता. दूसरे भाग में प्रभु ने फ़लस्तीन में या फ़लस्तीन से संबंधित जो वाचा बांधी थी उसको हम देखते हैं 29 और 30 अध्याय में. आखिर में 31 से लेकर 34वें अध्याय में हम देखते हैं किस तरह से प्रभु के लगभग 20 से 30 लाख लोगों को मिस्र से छुड़ाकर
40 के करीब साल अगुवाई करके अब प्रभु ने जो वाचा की थी उस देश में भेजने से पहले अधिकार अपने हाथ से अगले व्यक्ति के हाथ में, यहोशू के हाथ में सौंपते हैं। उसके बारे में यहाँ हम वर्णन देखते हैं। इन बातों को समझना प्रभु के वचन के उपदेशों को समझने के लिए ज़रूरी है। फिर से मैं याद दिलाऊं, ഇവിടെ ഒരു കാര്യം ഓർപ്പിച്ചു പോകട്ടെ. ഈ ക്രിസ്തീയ വിശ്വാസത്തെ അറ്റാക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ട്. ആൻഡ് ബഹുജന മാധ്യമങ്ങൾ ഇന്ന് വളരെ സുലഭമായതുകൊണ്ടും ഫ്രീ ആണ്, ഓൾമോസ്റ്റ് ഫ്രീ ആണ്. കാരണം ഇപ്പം 3 മാസത്തേക്ക് നമ്മൾ മൊബൈലിന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര മെസ്സേജ് വിളിച്ചാലും എത്ര മെസ്സേജസ് വന്നാലും നമ്മൾ എക്സ്ട്രാ കൊടുക്കണ്ട. സോ ഫ്രീ എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. അങ്ങനെ ബഹുജന മാധ്യമങ്ങൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഈ ബഹുജന മാധ്യമങ്ങളെ ഉപയോഗിച്ച് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇന്ന് വളരെ കോമൺ ആയിരിക്കുക. അതുകൊണ്ട് ഇന്നല്ലേ നാളെ ഈ ചോദ്യം നിങ്ങളുടെ മുൻപിൽ വരും. ആ ചോദ്യം ഇതാണ്: പഞ്ചഗ്രന്ഥങ്ങൾ മോശയെ എഴുതിയെങ്കിൽ മോശ മരിച്ചതും മോശ അടക്കപ്പെട്ട ആ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എങ്ങനെ വന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ ഗ്രേറ്റായിട്ടുള്ള എഴുത്തുകാർ എഴുതുമ്പോൾ അവരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി പോർഷൻ അവരുടെ അനുയായികളാണ് എഴുതുന്നത്. മോശ മരിച്ച ആ ഡീറ്റെയിൽസ് എല്ലാം യോശുവയാണ് എഴുതി ചേർത്തത്. അപ്പോൾ പിന്നെ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ഇത് സാധാരണ മുസ്ലിംസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിൽ തന്നെ മഹാന്മാരായ പല എഴുത്തുകാർ അവരെഴുതിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയപ്പോൾ മറ്റുള്ളവർ അത് കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഹിന്ദിയിലെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഡിക്ഷണറിയാണ് കാമിൽ ബുൾക്കെ ഡിക്ഷണറി. ഫാദർ കാമിൽ ബുൾക്കെ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ സെറ്റിലായി സംസ്കൃതവും ഹിന്ദിയും പഠിച്ച് പുള്ളി ബംഗാൾ ഏരിയയിൽ റാഞ്ചി ഏരിയയിൽ ഒരു കോളേജ് പ്രൊഫസറായിട്ടിരുന്ന സമയത്ത് 2 കാര്യം ചെയ്തു. ഒന്ന്, ഒരു ഇംഗ്ലീഷ് ഹിന്ദി ഡിക്ഷണറി പ്രൊഡ്യൂസ് ചെയ്തു. സ്റ്റാൻഡേർഡ് ഒരു ഡിക്ഷണറിയാണ്. അത് ഇവിടെ ഈ കളക്ഷനിൽ എവിടെയെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം ചെയ്തു, കംപ്ലീറ്റ് ബൈബിൾ ഹിന്ദിക്കാരുടെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നൊരു കുഴപ്പം വന്നു. കാമിൽ ബുൾക്കയുടെ ഈ ട്രാൻസ്ലേഷൻ അത് ആളുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ട്രാൻസ്ലേഷൻ എന്ന് മനസ്സിലായി. അത് എങ്ങനെയെങ്കിലും ഫാദർ കാമിൽ ബുൾക്കെ ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. റോമൻ കാത്തലിക് ആയിരുന്നു. അതുകൊണ്ട് റോമൻ കാത്തലിക് ചർച്ചാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. പുതിയ നിയമം കുറേയേറെയായി, എപ്പിസൽസ് കുറേയേറെയായി കാമിൽ ബുൾക്കെ മരിച്ചുപോയി, കടന്നുപോയി. എന്തു ചെയ്യണം? കാമിൽ ബുൾക്കയുടെ ഭാഷ നല്ലതുപോലെ അറിയാവുന്നതും തന്നിൽ നിന്ന് പഠിച്ചിട്ടുള്ള തൻ്റെ ഒരു ശിഷ്യഗണങ്ങളാണ് ബാക്കി ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ ബുൾക്കെ ആൻഡ് സ്റ്റുഡൻസ് അല്ലെ ബുൾക്കെ ആൻഡ് സൺസ് എന്നാണോ അറിയപ്പെടുന്നത്? അല്ല, കാമിൽ ബുൾക്കെ ട്രാൻസ്ലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈ? അതൊരു പരിചയമാണ്. സൊസൈറ്റിയിൽ ഒരു വ്യക്തി ഒരു പുസ്തകത്തിൻ്റെ മേജർ പോർഷൻസ് എഴുതി കഴിഞ്ഞ് ബാക്കി താൻ മരിച്ചതിൻ്റെ കാരണം കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോ അനുയായികളോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകം ഒറിജിനലി എഴുതിയ വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളോട് ഇങ്ങനെയുള്ള ചോദ്യം ആളുകൾ ചോദിക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ മലയാളത്തിൽ ഇങ്ങനെ പല ബുക്സ് ലാസ്റ്റ് പോർഷൻ അനുയായികളാണ് കംപ്ലീറ്റ് ആക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ ചില മലയാളം ഡിക്ഷണറീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നാളെ ആരെങ്കിലും ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, നോ ബ്രദറെ, ഞങ്ങളോടൊന്നും ആരും ചോദിക്കത്തില്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. നമ്മളോട് എല്ലാവരോടും ചോദിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ആഴ്ചയാണ് കളമശ്ശേരി സഭയിൽ നിന്ന് ഒരു യുവവിശ്വാസി എനിക്കൊരു ചോദ്യം അയച്ചു തന്നെ.
കൂടുള്ളൊരു മുസ്ലിം ചോദിച്ചതാണ്. ചോദിച്ചു കഴിഞ്ഞപ്പം നാച്ചുറലി ആദ്യമായിട്ട് അതങ്ങോട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. എന്ത് ചെയ്യാം? വാട്ട് ടു ഡു? ഓഫ് കോഴ്സ് ആ യുവവിശ്വാസി ഇമ്മീഡിയറ്റ്ലി ആ ചോദ്യം എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അങ്കിളെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി അയച്ചു തരണമെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം അത് അപ്പോളജറ്റിക്സിൻ്റെ ഫീൽഡായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന്, കുറച്ചുകൂടെ കൃത്യമായിട്ട്, കുറച്ചുകൂടെ ആധികാരികമായിട്ട് മറുപടി അയച്ചു കൊടുക്കാൻ സാധിക്കും. അത് എന്നിട്ട് ഈ യുവവിശ്വാസി ആ മുസ്ലിമായിട്ട് ഷെയർ ചെയ്തേച്ചാൽ മതി. എന്നാൽ എപ്പോഴും അങ്ങനെ ചോദിക്കാനുള്ള അവസരം കിട്ടത്തില്ല എന്നോർപ്പിച്ച് ഈ വിഷയങ്ങളുടെയൊക്കെ മറുപടി ഒന്ന് മനസ്സിൽ ഇരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. യോശുവയാണ് എഴുതിയത്. എന്നാൽ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ എഴുതേണ്ട ബുക്സിൻ്റെ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ പലപ്പോഴും അവരുടെ ശിഷ്യന്മാർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഗുരുവിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന അത് അന്നോട്ടുള്ള സിസ്റ്റമാണ്. ഇന്ന് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ട് എന്ത് പ്രയോജനം? അത് ഓൾറെഡി വ്യക്തമായി കഴിഞ്ഞു. മോശയിൽ കൂടെ ദൈവാത്മാവ് നൽകിയ ഈ 3 ലെസൺസിൽ ഒന്നാമത്തെ മെസ്സേജിൽ കൂടെ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. മനുഷ്യൻ്റെ ലംഘനത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ മെയിൻ തീം ആക്ച്വലി ആ ഹ്യൂമൻ ഹിസ്റ്ററി വേദപുസ്തകത്തിലെ ആദ്യത്തെ 4 ബുക്സ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചാണ് കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആൻഡ് എലാബറേറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ടൊരു വിശ്വാസി ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ തന്നെ ദൈവാത്മാവ് ഒരു എക്സ്പോസിഷൻ നമുക്കിങ്ങ് തന്നിരിക്കുകയാണ് മോശയുടെ ആദ്യത്തെ മെസ്സേജിൽ കൂടെ. 2, ദൈവജനം മറ്റുള്ള ജനത്തെ പോലെയല്ല. അത് ദൈവജനം എന്നും ഓർത്തിരിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് ദൈവം അവർക്ക് പല രീതിയിലുള്ള നിയമങ്ങൾ കൊടുത്തത്, പ്രത്യേകിച്ച് സാമൂഹ്യ നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും. അത് അവർക്കും ആപ്ലിക്കബിളായിരുന്നു. അതിൽ ധാർമ്മിക നിയമങ്ങൾ നമുക്കും ആപ്ലിക്കബിളാണ്. നമുക്ക് ആപ്ലിക്കബിൾ ആയതുകൊണ്ട് നമ്മളതൊന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ലേവ്യ പുസ്തകത്തിലും ആവർത്തനത്തിലും നൽകിയിരിക്കുന്ന നൈതിക ധാർമ്മിക നിയമങ്ങൾ പുതിയ നിയമവിശ്വാസികൾക്ക് ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ദൈവാത്മാവ് പഴയ നിയമം കൈകാര്യം ചെയ്യാൻ പോകുന്ന പുതിയ നിയമവിശ്വാസികൾക്ക് ആ നിയമങ്ങൾ ആവർത്തിച്ചു കൊടുത്തിട്ടില്ല. 1-2 മാത്രം വളരെ ഹ്രസ്വമായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. വിവാഹമോചനമായിട്ട് ബന്ധപ്പെട്ട അതൊന്ന് ആവർത്തിച്ച് അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കർത്താവ് നൽകിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ ആ നൈതിക ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ബാധകമായതുകൊണ്ട് നാം ആവർത്തനം പഠിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് എക്സ്പോസിഷൻ അതിനെക്കുറിച്ച് എങ്ങനെ നൽകുന്നു മനസ്സിലാക്കണം. 3-ാമത്തേത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസ സമൂഹം അത് വളരെ ഉത്സാഹത്തോടെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ സമൂഹം ദൈവവചനം മനസ്സിലാക്കി, ദൈവവചനത്തെ അംഗീകരിച്ച്, ദൈവവചനം അനുസരിച്ച് താഴ്മയോടെ ദാസമനോഭാവത്തോടെ നയിക്കുന്ന ആളുകളാണ് ദൈവസഭയെ നയിക്കേണ്ടത്. അങ്ങനെ നയിക്കുമ്പോഴാണ് ദൈവസഭയിൽ സമർപ്പണവും ഉത്സാഹവും സന്തോഷവും വരുന്നത്. ഇവിടെ ഈ 3-ാമത്തെ മെസ്സേജിൽ ആ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. വേർപാട് വിശ്വാസികളായ നാം അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹയറാർക്കി ഇല്ലാത്ത എല്ലാ സമൂഹങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. ഓരോ തലമുറയിൽപ്പെട്ട ലീഡേഴ്സ് അടുത്ത തലമുറയിലുള്ള ആളുകൾ ഒരു രീതിയിൽ റൈസ് ചെയ്ത് വരാൻ സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി ചില പ്രത്യേക ഈ പദപ്രയോഗങ്ങൾ തന്നെ നമ്മുടെ ഇടയ്ക്കുണ്ട്. ഇപ്പം വേർപാടുകാരുടെ ഇടയ്ക്ക് സാധാരണ ആരെങ്കിലും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുന്ന പിള്ളേർ തല പൊക്കാൻ നോക്കുവാണ്, പിള്ളേർ വലുതാകാൻ നോക്കുക. ഈവൻ നമ്മുടെ വൊക്കാബുലറിയിൽ പോലും അടുത്ത ജനറേഷൻ ലീഡർഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്യാവുന്ന രീതിയിലുള്ള വൈകാരിക വൊക്കാബുലറി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ ഗ്രേറ്റ്നസ്, സ്പിരിച്വൽ ഗ്രേറ്റ്നസ് നിലനിൽക്കണമെങ്കിൽ
ഓരോ തലമുറ അടുത്ത തലമുറയിലുള്ള ആ ലീഡേഴ്സിനെ കണ്ട് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് മോശ യോശുവായിക്ക് ട്രെയിനിങ് കൊടുത്തതുപോലെ ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെ പരിശീലനം കൊടുക്കുന്ന സമയത്ത് യോശുവ മോശയുടെ വെറും ഒരു സെർവൻ്റായിട്ട് നിന്നതുപോലെ നമ്മെ നയിക്കുന്ന ആളുകളോട് പൂർണ്ണ ശ്രദ്ധയും പൂർണ്ണ ബഹുമാനത്തോടെ നിന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോ ഡ്യൂട്രോണമി എന്ന് പറഞ്ഞാൽ വളരെ 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 നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബുക്കാണെന്നുള്ളത് ദൈവജനമായ നാം മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ. ജോയൽ നാളെ ലീഡർഷിപ്പിൽ വരേണ്ട ആളാണ്. സോ ഫിലേമോൻ തൊട്ട് എല്ലാവരും ഇങ്ങനെ ലീഡർഷിപ്പിൽ വരേണ്ട ആളുകളാണ്. ഇന്ന് ജോയൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം.